നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോഴേ മഴയൊക്കെ കാരണം നമ്മൾ കുറച്ച് ദിവസം പറഞ്ഞ ഒരാഴ്ചയായി പറമ്പിലോട്ടൊക്കെ ഒന്ന് വന്നിട്ട്. ഇവിടെ ശക്തമായ മഴയില്ലായിരുന്നു. ഇന്നലെ നല്ലപോലെ മഴ പെയ്തു. പക്ഷെ ഇന്ന് വലിയ മഴ ഇല്ലാതിരുന്നപ്പോൾ നമ്മളൊന്ന് പറമ്പിലൊക്കെ ഒന്ന് പോകാമെന്നൊക്കെ വിചാരിച്ച് വന്നതാണ്. പക്ഷെ ഇവിടെ വന്നപ്പോഴേക്കും നല്ല കാറ്റ്. ഏലത്തിൻ്റെ അവസ്ഥയൊക്കെ എന്തായെന്ന് അറിയത്തില്ല. നമുക്കൊന്ന് പറമ്പിലോട്ട് പോയി നോക്കാം. ഇറങ്ങിപ്പോകാം അല്ലേ? പണിക്കാരൊക്കെ കിടന്നുറങ്ങുവാന്ന് തോന്നുന്നു. എല്ലാവരും ഉറക്കമാണെന്ന് തോന്നുന്നു. മഴയും നല്ല തണുപ്പും ഉണ്ട് ഇന്ന്. അതുകൊണ്ട് എല്ലാവരും ഉറക്കമാണെന്ന് തോന്നുന്നു. നമുക്ക് വീട്ടിൽ കിടന്ന് ഉറങ്ങായിരുന്നല്ലേ? പക്ഷേ പറമ്പിലോട്ട് വന്നിട്ട് ഒരാഴ്ചയായില്ലേ. കാറ്റേന്ന് ഭയങ്കരമായിട്ട് കാറ്റ് വീശുന്നുണ്ടേ. ചക്ക കിടപ്പുണ്ട്. അതൊന്ന് ചെത്തണമല്ലോടാ, അല്ലെങ്കിലേ കാറ്റ് ഭയങ്കരമാണ്. ചെടിക്കകത്തോട്ട് വീഴും അത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴാണ് നമ്മൾ സീസൺ കായ എടുക്കേണ്ട സമയമേ. പക്ഷേ ഇപ്രാവശ്യം മഴ കുറവായിരുന്നത് കൊണ്ട് താമസിച്ച. കഴിഞ്ഞിടയ്ക്ക് നമ്മൾ കായ എടുത്ത് കഴിഞ്ഞിട്ട് ഇനി അടുത്തത് ആയതേ ഉള്ളൂ. ഇനി ഇത് പഴുത്ത് വരണം. 10-45 ദിവസവും കൂടി എടുക്കും ഇനിയിപ്പോൾ ഇത് പഴുത്ത് വരാനായിട്ട്. എല്ലാം ക്ലീൻ ആക്കി ഇട്ടേക്കുക. കഴിഞ്ഞ ദിവസം മൊത്തം കവാത്തെല്ലാം എടുത്ത് എല്ലാം ഒരുക്കി ക്ലീൻ ആക്കി. ഇനി അടുത്ത വളം ചെയ്യണം. മഴയുള്ളതുകൊണ്ട് വളം ഇടണം. നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ ആദ്യം പറിച്ചു വെക്കാം. എങ്കിലും മഴ പെയ്യുമ്പോൾ ഓടിപ്പോകാൻ പറ്റത്തുള്ളൂ. കാന്താരി ഇത് ഈ ചീനി അങ്ങ് മണ്ടലോട്ട് പടർന്ന് കിടന്നാണേ. താഴോട്ട് കാറ്റടിച്ചപ്പോൾ താഴോട്ട് വന്നു. ഏതെങ്കിലും കവറൊക്കെ ആയിട്ട് ഞാൻ പോകുന്ന കാന്താരി പറിക്കാനുള്ള. കിട്ടുവാണെങ്കിൽ ഒരു ചക്കയും കൂടി പറിച്ചുകൊണ്ട് പോകാം. ചക്കയും കാന്താരി. ചക്ക എല്ലാം പഴുത്ത് വീണ് പോവുക കേട്ടോ. ചോട്ടിൽ നിന്ന് പറിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഇത് പറിച്ചോണ്ട് പോയാലോ? പറിക്കാം അല്ലേ? നീയും കൂടെ വരുവാണെങ്കിൽ താഴെ വീഴാതെ നമുക്ക് പിടിക്കാം. താഴെ വീണാലേ ചക്കപ്പഴത്തേലോട്ട് വീഴുവല്ലേ. താഴെ പോകാതെ പിടിക്കാൻ പറ്റുവാടാ? ഇല്ല. കിട്ടി. ചാക്കിനകത്തോട്ട് വെക്കാം. പോപ്പി അടുത്ത ചക്ക പറിക്കാനുള്ള പരിശ്രമത്തിലാണ് കേട്ടോ. അതേ നല്ല കാറ്റായതുകൊണ്ട് ചിലപ്പോൾ അത് ചെടിയുടെ അകത്തോട്ട് വീഴും. അതുകൊണ്ട് അത് ചെത്തിയിട്ടേക്കാന്നും പറഞ്ഞ്. ചെത്തിക്കോ. ഓക്കെ. നമ്മളെ കർണാടക കുട്ടാർ റോഡാണ് കേട്ടോ. ഇതിലിവിടെ നിന്ന് കഴിഞ്ഞാൽ നല്ല വ്യൂ ആണ് കാണാനായിട്ട്. അക്കരെ കണ്ടോ, നല്ലൊരു ഭാവമെല്ലാം കാണാം. മഞ്ഞ് കിടക്കുന്നു. മലനിരകള് ഇപ്പൊ മഴ പെയ്ത് കഴിയുമ്പോഴേക്കും പെട്ടെന്ന് മഞ്ഞ് കയറും ഇപ്പൊ അവിടെയൊക്കെ. ആ ഭാവമെല്ലാം മഞ്ഞാവും. അതുപോലെ തന്നെ നല്ല എന്നാ പറയുന്നത്, കാറ്റുവാ. മഴ കുറവാ പക്ഷെ കാറ്റാ. എങ്ങനുണ്ട് നമ്മുടെ വഴി? എങ്ങനുണ്ട്? അതാ പറഞ്ഞ, ഞാൻ പറയുമായിരുന്നു പകലേ വിജനമായ വഴി, ഒരു മനുഷ്യർ പോലും ഇല്ലല്ലോ. അത് പക്ഷേ ഇതിപ്പം കംപ്ലീറ്റ് കാട് മൊത്തം രണ്ട് സൈഡിൽ നിന്ന് വളർന്നു കിടക്കുമായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെ ഉണ്ട്, ഒരു കാര്യം ചെയ്യേ, നമ്മുടെ അയൽവക്കാർ 2-3 പേരോടുണ്ട്, അവരോട് കൂടിയിട്ട് പറഞ്ഞു കാടടിക്കുന്ന ആൾക്കാരെ വിളിച്ചിട്ട് മൊത്തം അടിപ്പിച്ചേക്കാൻ പറഞ്ഞു. അങ്ങ് മുതല് കംപ്ലീറ്റ് ഷെയർ കൂടി ഇട്ടേക്കാന്ന് പറഞ്ഞു പൈസ. പക്ഷെ നല്ലൊരു മഴ പെയ്യുന്നത് മൊത്തം ഒഴുകി നല്ല രസമായില്ല. കംപ്ലീറ്റ് രണ്ട് സൈഡും വീതിയായി. അല്ലെ പിന്നെ വണ്ടിയൊക്കെ വരുമ്പോഴേ നമുക്ക് പോകാനൊക്കെ പാടല്ലായിരുന്നു. വീതിയുള്ള വഴിയായിരുന്നു അല്ലേ? അതിങ്ങനെ ഏതാ ഇതോ? ഇതിനിപ്പോ മഴയത്ത് കുറെ ഒഴുകി പോകും, പിന്നെ അവിടെ കിടന്ന് അഴുകി പോകും. അല്ലേ അത് അഴുകി പൊക്കോളും മഴയും കൂടെ ആയതുകൊണ്ട്. വൈകുന്നേരത്തെ 4 മണി കാപ്പിക്കുള്ളതൊക്കെ റെഡിയാക്കുവാണോ? പറമ്പിലൊക്കെ പോയിട്ട് വന്നിട്ടേ ചക്കയൊക്കെ വെട്ടി വെച്ചു. നമ്മൾ കാറ്റായതുകൊണ്ട് നമ്മുടെ ബജ്ജിക്ക ഉണ്ടാകുന്ന വാഴക്കൊല ഒന്ന് പെടന്നു പോയായിരുന്നു. ഞാനതുകൊണ്ട് ആ കൊല വെട്ടിക്കെടുത്തു. മുറ്റത്ത് നിന്ന് അതൊന്ന് വെട്ടിയെടുത്തതുകൊണ്ട് ബജ്ജി ഉണ്ടാക്കി കൊടുക്കാം. ഏതായാലും മഴയും തണുപ്പൊക്കെ അല്ലേ. ചൂട് ബജ്ജിയും ചൂട് കട്ടൻ കാപ്പി സൂപ്പറായി അല്ലേ? അടുപ്പൊക്കെ നല്ല സൂപ്പറായിട്ട് കത്തുന്നുണ്ട്. അടുപ്പ് കത്തുന്നുണ്ട്. വിറകിച്ചിരി തണുത്തായിരിക്കുന്നത്, എന്നാലും കത്തി പിടിക്കാനുള്ള ഒരു പാടേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ കത്തിക്കോളും. അമ്മമാര് കുളിക്കുന്നു. കുളി കഴിഞ്ഞ് വരുമ്പോ ചൂട് ബജ്ജി കൊടുക്കാം. കാറ്റ്. കടലമാവും ശർക്കര, 1 സ്പൂൺ അരിപ്പൊടിയും മുളക് പൊടിയും കായപ്പൊടിയും ഉപ്പും കൂടെ.
ചക്ക ഞാൻ വെട്ടി വെച്ചായിരുന്നു കൊണ്ടുവന്നത്. വൈകിട്ട് ചക്കപ്പുഴുക്കം പറമ്പിലെ നല്ല കാന്താരി ഉണ്ട്, അങ്ങനെ നല്ല പോരെ. ചൂട് ബജി. അത്ര ഇടത്തള്ളം തോന്നുന്നു. താങ്കൾ അവിടെ വാഴക്ക പൊളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത് കണ്ടോ, ഇവിടെ തീ കൂടുതലാണ്, കുറച്ചോണം. തീ കൂടുതലല്ലേ? പെട്ടെന്ന് തീ കുറയ്ക്കാൻ പറയുമ്പോഴേ തീ കുറയ്ക്കുക എന്നുള്ളൊരു പ്രശ്നം. ഗ്യാസിലാണെങ്കിൽ ഒന്ന് തിരിച്ചാൽ മതിയല്ലോ. അത് മതി. ഇതെല്ലാം പണി നടക്കത്തില്ല. ഒരു കുഴപ്പം മാത്രമേ ഉള്ളൂ. അച്ചമ്മച്ചി ഇന്ന് രാവിലെ പോരായിരുന്ന അന്നേരം അമ്മച്ചിക്ക് പിന്നെയും കാലിലൊക്കെ വേദനയാന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞിട്ട് പോരാന്ന് പറഞ്ഞു. അമ്മ ഇല്ലാത്തോണ്ടേ അമ്മയുടെ പണികളാണ് ഇതൊക്കെ. ബജി ഉണ്ടാക്കല്, ചക്കവെട്ട്, ഇതൊക്കെ നമ്മൾ കൂടെ ഒന്ന് സഹായത്തിന് നിന്നാ മതിയായിരുന്നു. പക്ഷെ ഇപ്പൊ ഓണത്തിനുള്ള ഓർഡറുകളൊക്കെ ഇഷ്ടം പോലെ വരുന്നുണ്ട്. ഉപ്പേരിക്കും ശർക്കര വരട്ടിക്കും അതുപോലെ തന്നെ ചമ്മന്തിപ്പൊടി എല്ലാത്തിനും ഓർഡർ വരുന്നുണ്ട്. ഒരു വരി നടക്കുക. ഇനി 2 ദിവസം, നാളെ ചിലപ്പോ വരാന്നാ പറഞ്ഞ. ആന്റിയെ വിളിച്ചാക്കിയിട്ടേ വന്നിട്ട് സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് പോകാന്നാ പറഞ്ഞത്. നോക്കാം. കുഞ്ഞിയേ, ബജി എങ്ങനെയുണ്ട്? കൊള്ളാവോ? കഴിച്ച് തീരാറായി. കുഞ്ഞിയാണെങ്കിൽ വിശന്നാ തോന്നുന്നു വന്നോ, സ്കൂളിൽ നിന്ന് വന്നപ്പോ. ആണോ? ചേട്ടാച്ചൻ കടുങ്കാപ്പി എടുത്തിട്ടുണ്ട്. ഞാൻ വിശന്നുകൊണ്ട് എടുത്താ. ബാക്കിയും കൂടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. മഴയും തണുപ്പും മഞ്ഞും എല്ലാം പിടിച്ച് നല്ല ചൂട് ബജി, ചൂട് കാപ്പി. എങ്ങനെയുണ്ട്? ചായയായിരുന്നു വേണ്ടത്. രാവിലെ ചായ കുടിച്ചോണ്ട് വൈകുന്നേരം കട്ടൻ ചായ. അത് ഇപ്പൊ കുറച്ച് കഴിഞ്ഞ് പിന്നെയും ചായ വേണം. ആഹാ, എങ്ങനെയുണ്ട് പോപ്പി ബജ്ജി? കൊള്ളാവോ? ഒരാളിവിടെ 2 ബുക്കൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. ബുക്കിന്റെ പേരെന്നൊക്കെയാ കാണിക്കാം. സൈക്കോളജി ഓഫ് മണി. ഇത് പിന്നെ 2020 അപ്പോഴെങ്ങാണ്ട് ട്രെൻഡ് ആയിരുന്നു. എന്നിട്ട് എത്ര പേജ് വെച്ച് വായിച്ചു? രണ്ടിന്റെയും ഇതിന്റെ 30 സംതിങ്, ഇതിന്റെ 20. ബാക്കി വായിക്കണ്ടേ? വായിക്കണം. ഭയങ്കര നന്നാകാൻ തീരുമാനിച്ചാന്ന് തോന്നുന്നു. സ്ക്രീൻ ടൈം കുറയും. ആയിക്കോട്ടെ, ഇത് തീർത്തിട്ട് വേണം അടുത്ത ബുക്ക് വാങ്ങിക്കാൻ. എന്നാ ശരി, കഴിച്ചിട്ട് വാ. കുറച്ച് പണിയുണ്ട്, പണി തരാം. തുണി മടക്കാനായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. കഴിച്ചിട്ട് വന്ന് തുണി മടക്കിക്കോ. മഴയൊക്കെ ആണെങ്കിലുവേ 2 പേർക്ക് ഭയങ്കര ആത്മാർത്ഥതയാണല്ലോ കുഞ്ഞി. 2 പേര് ജിമ്മിൽ പോയല്ലോ. മഞ്ഞ് കയറാൻ തുടങ്ങിയടാ. മഞ്ഞ് കയറി വരുന്നത് മഴ പെയ്യുന്നതായിരിക്കും അല്ലേ? എന്നാ അന്നൊരുമാതിരി നല്ലപോലെ പെയ്യുകയും ചെയ്തു മഴ. അപ്പൊ ബജിയൊക്കെ കഴിച്ചു. അവര് ജിമ്മിലും പോയി. കുഞ്ഞിക്ക് ഞാനൊരു പണി തരാം. പഠിക്കാൻ പോവായിരിക്കും. എനിക്കറിയാം. ചക്കയുടെ ചകണി പറിച്ചു തരാവോ? ഞാൻ അറിയാം. ശരിക്കും പഠിക്കാൻ പോവാ. നമ്മുടെ ചൂട് ചക്കപ്പുഴുക്ക് നല്ല ചക്കയായിരുന്നു കേട്ടോ. നല്ല കട്ടിയുള്ള ചുളയായിരുന്നു. കപ്പ പോലെ, കപ്പ കൊത്തുന്ന പോലെ കൊത്തിയെടുക്കേണ്ടി വന്നു. ചക്കയല്ലേ? ചൂട് ചക്കപ്പുഴുക്ക്. കഞ്ഞിയുണ്ട്. വേണോ? വേണ്ടല്ലേ? നല്ല കാന്താരി. കാന്താരിയാണ് ഹൈലൈറ്റ്. കുറച്ച് വെളിച്ചെണ്ണ കൂടെ അതിനകത്ത് ഒഴിച്ചാൽ. വെളിച്ചെണ്ണ ഞാൻ ഒരു തരത്തിലാണ് ഒരുക്കി ഒഴിച്ചത്. ഇതുണ്ട് ഉണക്കമീൻ കറി, തരണ്ടിക്കറി ഉണ്ട്. അതിൻ്റെ ഒരു ശകലം ചാറും 2-3 തേങ്ങ കൊത്തും കൂടി കിട്ടും. നല്ല ഉണക്കമീൻ കറിയും. ഇതിനകത്ത് ഈ തേങ്ങാക്കൊത്തിന് കേട്ടോ ടേസ്റ്റ്. അതെല്ലേ, നല്ലതായിട്ട് പുളി പിടിച്ച് കഴിയുമ്പോൾ നല്ല ടേസ്റ്റ് അല്ലേ? പിന്നെ കാന്താരി അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല എരിവല്ലേ? സൂപ്പർ. അച്ചമ്മച്ചി നാളെ വരാമെന്ന് പറഞ്ഞു കേട്ടോ. 2 ആഴ്ച ആയില്ലേ പോയിട്ട്? അതെ, അച്ചമ്മച്ചി ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ചക്ക കഴിക്കാൻ ഭയങ്കര മടി. ഉമ്മാർക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല. എല്ലാരും കഴിക്കുമെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാൻ കുഴപ്പമില്ല. പക്ഷെ
എല്ലാവരും കഴിക്കാത്ത സാധനം ഉണ്ടാക്കാൻ ഭയങ്കര മടിയാണ്. ഇപ്പം നാളെ വന്ന് കഴിയുമ്പോൾ ഉണ്ടാക്കാം. അതെ, ഇനി ഒരു ചക്ക പോലും കളയാതെ നമുക്കെല്ലാം പിടിച്ചോണ്ടെന്ന് വേവിക്കാൻ മറക്കാം. അപ്പോൾ എന്നാൽ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.